നടൻ സിദ്ദിഖ് പ്രതിയായ ബലാത്സംഗ കേസിൽ മൊഴിയെടുക്കൽ പൂർത്തിയായി. തിരുവനന്തപുരം വഞ്ചിയൂരാണ് മൊഴിയെടുപ്പ് നടന്നത്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന്, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ. രാവിലെ ഫ്ളാറ്റിലെത്തി എത്ര മണിക്കൂറാണ് പരാതിക്കാരിയുടെ മൊഴിയെടുത്തത്? 7 പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. അതിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ തെളിവടക്കം കൈമാറിയോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, പ്രധാനപ്പെട്ട 4 സിനിമാ താരങ്ങളടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10:30യോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ആലുവയിലെ നടിയുടെ ഫ്ളാറ്റിൽ എത്തിയത്. ഉച്ചവരെ ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥരായ DIG അജിത ബീഗവും AIG ജി പൂങ്കുഴലിയും പുറത്തേക്ക് പോയി. അല്പസമയത്തിനകം കഴിഞ്ഞ് തിരിച്ചുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജയസൂര്യ, മുകേഷ്, അതോടൊപ്പം തന്നെ ഇടവേള ബാബു, മണിയംപിള്ള രാജു എന്നിവർക്കെതിരെയാണ് ഈ നടി പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ മേഖലയിൽ തന്നെയുള്ള മറ്റ് 3 പേർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ ഈ പരാതിയിന്മേൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അല്പസമയം മുമ്പ് DIG ആയ അജിത ബീഗം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ ലോക്കൽ സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷമായിരിക്കും ഇത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ഇവർ അന്വേഷണ സംഘത്തിന് തന്നെയാണ് മൊഴി നൽകിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ തന്നെ നേരിട്ട് ഈ മൊഴി നൽകിയിരിക്കുന്നത്. 2008 മുതൽ ഉള്ള വിവിധ കാലയളവിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇവർക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ FIRകളായി രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഇത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയുമാണ് ചെയ്യുക. എന്തായാലും ഇന്ന് നൽകിയ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ ഈ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. എന്തായാലും വിശദമായ ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇന്നോ നാളെയായി ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് മാഡം, ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവും? ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതേ സ്ഥിതിയിൽ പോയതാണ്. അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നത്. വൈകുന്നേരം ബ്രീഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജി പൂങ്കുഴലിയാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇവർ ഏതാണ്ട് 1:30യോടുകൂടി താൽക്കാലികമായി ചോദ്യം ചെയ്യലിന് ശേഷം, മൊഴിയെടുക്കലിന് ശേഷം ഇവിടെ നിന്ന് പോയതാണ്. അവർ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോഴും മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിൽ 7 പേർക്കെതിരെയാണ് പരാതി. ഇതിൽ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം വിവിധ കാലയളവിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവിധ ലോക്കൽ സ്റ്റേഷനുകളിൽ വിവിധ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുകൾ ഏറ്റെടുക്കുക. എന്തായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോകാം. ഉമേഷ് ബാലകൃഷ്ണൻ, നടൻ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണമാണ് നടി ഉയർത്തിയത്. അവരുടെ പരാതിയിന്മേലുള്ള മൊഴിയെടുപ്പ് ഇപ്പോൾ എങ്ങനെ പോകുന്നു? പൂർത്തിയായോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മൊഴിയെടുപ്പ് പൂർത്തിയായി. ഏകദേശം 3 മണിയോടുകൂടി തന്നെ മൊഴിയെടുപ്പ് പൂർത്തിയായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ വനിതാ SI നേരിട്ടെത്തിയാണ് മൊഴിയെടുപ്പ് നടത്തിയത്. ഏകദേശം 3 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. സിദ്ദിഖിനെതിരെ നേരത്തെ മാധ്യമങ്ങളിലൂടെയും അതിനു മുൻപ് ഏകദേശം 2018 സോഷ്യൽ മീഡിയയിലൂടെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അതിജീവിത. അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം ആവശ്യമെങ്കിൽ രഹസ്യമൊഴി, മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകാനുള്ള ആലോചനയുമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ. കാരണം സിദ്ദിഖ്, ഈ ആരോപണങ്ങൾക്കെതിരെ സിദ്ദിഖും DGPക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതിപ്പോൾ SITക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആവശ്യമെങ്കിൽ നടത്തുകയുള്ളൂ. നിലവിൽ ആരോപണത്തിന് കാരണമായിരിക്കുന്നത് 2016 ജനുവരിയിൽ നടന്ന സംഭവമാണ്. 2016 ജനുവരിയിൽ മറ്റൊരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ ശേഷം ഈ യുവ നടിയെ തിരുവനന്തപുരം മസ്കറ്റിലെ ഒരു ഹോട്ടൽ റൂമിലെ ഒരു മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും മുറിയിലകത്ത് വെച്ച് അതിക്രമിക്കുകയും ചെയ്തു എന്നാണ് മൊഴി. ആ മൊഴിയിൽ ഇന്ന് അതിജീവിത ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ദിവസങ്ങളിൽ സിദ്ദിഖ് മസ്കറ്റിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതിനുശേഷം അതുകൂടി ഉറപ്പാക്കി കഴിഞ്ഞാൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സിദ്ദിഖിനോട് ആരായും. അതിനുശേഷം ആവശ്യമെങ്കിൽ 164 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് രഹസ്യമൊഴി, ഈ അതിജീവിതയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുക. എന്തായാലും ഗുരുതര സ്വഭാവമുള്ള
കുറ്റകൃത്യമാണ് സിദ്ദിഖിനെതിരെ ആരോപിച്ചിരിക്കുന്നത്. അത് ബലാത്സംഗം ഒപ്പം ഭീഷണി അടക്കമുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതര സ്വഭാവമുള്ള കേസായതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് പോലീസ് പോകുന്നത്. ഇന്ന് രാവിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ഈ അതിജീവിതയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായി. അത് വളരെ വേഗത്തിൽ തന്നെ ഉമേഷ് ബാലകൃഷ്ണനും ഒപ്പം അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രത്യേക അന്വേഷണ സംഘം 7 അംഗ സംഘമാണ്. അതിൽ 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. അവർ മൊഴിയെടുക്കൽ ആയി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 16 പരാതികളാണ് അന്വേഷണ സംഘത്തിന് ഇമെയിലായി ലഭിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ വസ്തുതകൾ പരിശോധിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്.